നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ച് 3 തവണ പറയുന്നു. അതെ, ഞാൻ സംസാരിക്കുന്നത് ഉമ്മയെക്കുറിച്ചാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അയാൾ ചോദിക്കുന്നത്, നബിയെ, ഞാൻ ഏറ്റവും അധികം ജനങ്ങളുടെ കൂട്ടത്തിൽ നന്മ ചെയ്യേണ്ടത് ആർക്കാണ് നബിയെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. അദ്ദേഹം വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ആരാണ് നബി? അപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഉമ്മുക്ക, നിന്റെ ഉമ്മ എന്നാണ്. അയാൾ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നു, പിന്നെ ആരാണ് നബി? അപ്പോഴും ലോകത്തിന്റെ ഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി അത് തന്നെയായിരുന്നു, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. അയാൾ 4ാമത് ചോദിച്ചപ്പോഴായിരുന്നു മുത്തുനബി മറുപടി നൽകിയത്, അബൂക്ക, നിന്റെ പിതാവാണ്. തിരുനബി തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മറ്റൊരു പ്രാവശ്യം പറയുകയുണ്ടായി, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ പാദത്തിനടിയിലാകുന്നു സ്വർഗം പോലും ഉള്ളത് എന്ന്. ഉപ്പയെയും ഉമ്മയെയും താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം പ്രയാസം സഹിച്ചുകൊണ്ട് പ്രസവിക്കുന്നതും പാലൂട്ടി താരാട്ടി വളർത്തുന്നത് ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മക്ക് ഏറ്റവും അധികം ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്കും ഉമ്മമാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരിച്ച നമ്മളിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ.